പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. അപ്പോൾ കുറച്ച് ദിവസമായി ടൂറിസ്റ്റ് ബസ്സൊക്കെ വെച്ച് കളിച്ചിട്ട്. ഇത്രയും ദിവസം KSRTC വെച്ചായിരുന്നു കളിക്കാറ്. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന ടൂറിസ്റ്റ് ബസ് എക്സ്പ്ലോഡിൻ്റെ ആണ് കേട്ടാ. സംഭവം നൈസ് വണ്ടിയാ. ഇതിൻ്റെ ലിവറില്ലേ, ലിവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു നീലയും ബ്ലാക്കും വൈറ്റൊക്കെ ആയിട്ട് നൈസ് ലിവറിയാ. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് ഇന്ന് ട്രിപ്പൊക്കെ പോണേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആദ്യം ആളുകളെ പിക്ക് ചെയ്യാം. ഇത് എക്സ്പ്ലോഡിൻ്റെ നായക്ക അങ്ങനെ എന്തോ വണ്ടിയാണ്. എക്സ്പ്ലോഡിന് പിന്നെ കുറേ വണ്ടികളുണ്ട്. അതിലൊരു വണ്ടിയുണ്ട് ഓറഞ്ച് കളറിൽ, അതും നൈസ് വണ്ടിയാണ്. പിന്നെ റെഡ് കളറിലും ഒരു വണ്ടിയുണ്ട്. അതിൻ്റെ ലിവറൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെയും ഗെയിം പ്ലേ ഇടാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ക്യാമറയില്ലേ, ആ നായക്കുന്ന പേര് എഴുതിയോണ്ട് ശരിക്കും അങ്ങ് കാണാനില്ല. ഫ്രണ്ടിലത്തെ വ്യൂ അത്രയ്ക്ക് കിട്ടണില്ല. ഒരു മിനിറ്റ്, ഒരു സ്പാം കോൾ വരുന്നുണ്ടല്ലോ, കട്ട് ചെയ്യാം. അവിടെ ആ പേര് എഴുതിയില്ലേ, അത് ഭയങ്കര വലുതാക്കിയിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് എനിക്ക് അത്ര ശരിക്ക് കാണാനില്ല. അതുകൊണ്ട് നമുക്ക് ക്യാമറ ആംഗിൾ മാറ്റി കളിക്കാം. ഈ വണ്ടിക്ക് പിന്നെ നല്ല ബോഡി റോൾ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഈ വണ്ടിക്ക് നല്ല ബോഡി റോൾ ഉണ്ട്. നമ്മളിപ്പോൾ നല്ല സ്പീഡിൽ പോയിട്ട് വളയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് മറിഞ്ഞു വീഴും. ഇത് പിന്നെ വേറെ മോഡൊന്നുമല്ല കേട്ടോ. നമ്മുടെ ബസ് സിമുലേറ്റർ ഗെയിം എടുക്കുമ്പോൾ അതിൽ ഒരു ബസ് ഉണ്ടാവില്ലേ, അതിൽ ജസ്റ്റ് ലിവറി അപ്ലൈ ചെയ്തിട്ട് കളിക്കുകയാണ്. വേറെ Z1 അങ്ങനത്തെ മോഡൊന്നും കയറ്റിയിട്ടില്ല. ഇതൊരു നോർമൽ ബസ്സാണ്. ഇതിന് പിന്നെ വലിയ കാര്യമായിട്ട് സ്പീഡൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നത് ഒരു 150 അത്ര പോവുള്ളൂ. അല്ലാണ്ട് ബാക്കി വണ്ടികൾ പോലെ 200 വരെയൊന്നും പോവില്ല. ഞാൻ മുന്നേ ഈ ബസ് വെച്ചിട്ട് ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയണതാ. ഞാനിപ്പോൾ ഏതായാലും സൈഡ് ക്യാമറ ഇല്ലേ, അത് വെച്ചിട്ട് കളിക്കണേ. ഇൻറ്റീരിയർ ക്യാമറ വെച്ചിട്ട് കളിക്കാൻ അത്ര സുഖമില്ല. വീഡിയോയിൽ കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. വീഡിയോയിൽ ഈ ക്യാമറകളാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചുറ്റോട്ടൊക്കെ നന്നായിട്ട് കാണാം. അയ്യോ ഒരു മിനിറ്റ്, ഇവിടെ നമുക്ക് ലെഫ്റ്റ് എടുക്കേണ്ടതാ. അറിയേണ്ട നേരെ പോയി. അതിപ്പോൾ സീനില്ല, നമ്മൾ എങ്ങനെയൊക്കെയോ ലെഫ്റ്റ് എടുത്തു. ഇവിടെ പിന്നെ പോലീസൊന്നുമില്ല, പോലീസ് MVD അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫൈൻ കിട്ടേണ്ട സമയമായി. ഇതിൽ പിന്നെ ഞാൻ ഇതൊരിക്കും കേരള ട്രാഫിക് മോഡില്ലേ, അത് കയറ്റിയിട്ടില്ല. എനിക്കത് കയറ്റണം എന്നുണ്ട്. അതാണെങ്കിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. നമ്മുടെ എന്താ പറയുക, ഒരു കേരള വൈബ് വരും ഗെയിമിൽ. ഈ ട്രാഫിക്കൊക്കെ മൊത്തത്തിൽ മാറും. ഈ ടിപ്പർ ലോറിയൊക്കെ മറ്റേ ഈശ്വറിൻ്റെ ഇല്ലേ, ഈശ്വറിൻ്റെ ടിപ്പർ ലോറി വരും. പിന്നെ KSRTCകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കാണാൻ പറ്റും. അത് നല്ലൊരു മോഡാണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമോ, ഞാനത് മറന്നുപോയി. ഞാൻ പറ്റിയെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. കേരള ട്രാഫിക് മോഡ് നൈസാ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല കേട്ടോ. പതിയെ പോലെ തന്നെ ഗൂഗിൾ മാപ്സിൽ വഴി കാണിക്കും, നമ്മളത് ഫോളോ ചെയ്ത് പോവുക. പിന്നെ ഈ ക്യാമറ ആംഗിളിൽ വണ്ടി ഓടിക്കില്ലേ, അത് കുറച്ച് പാടാണ്. ഞാൻ ഇതൊരിക്കും ഈ ആംഗിളിൽ ഞാൻ ഓടിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, മുമ്പിൽ ഒരു ട്രാഫിക് സിഗ്നൽ ഉണ്ട്. എനിക്ക് സിഗ്നലിൽ നിൽക്കാനായിട്ട് തീരെ താല്പര്യമില്ല. മുമ്പിലാണെങ്കിൽ ഒരു ടിപ്പർകാരൻ വഴി തടഞ്ഞു. നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ, നമ്മളത് എങ്ങനെയൊക്കെയോ എടുത്തിട്ടുണ്ട്. ഒരു സ്ക്രാച്ച് പോലും വന്നില്ല. നമുക്കിനി ഇവിടെ നിന്ന് നേരെയാണ് പോകേണ്ടത്. ലെറ്റ്സ് ഗോ. ഈ വഴി ഫുള്ള് നേരെയെന്ന് തോന്നുന്നുണ്ട്, ഒരു ഹൈവേ പോലെയാവും. ഒരു മിനിറ്റ്, സൈഡിൽ ഒരു പിക്കപ്പ് വണ്ടി ഉണ്ട്. അയാൾ എന്ത് സ്പീഡിലാണ് പോണേ. നമുക്കതിനെ ഓവർടേക്ക് ചെയ്യാം. നമ്മുടെ വണ്ടിയും അത്ര മോശമൊന്നുമല്ല, നമ്മളതിനെ ഓവർടേക്ക് ചെയ്യും. പക്ഷെ പിക്കപ്പ് കുറവാട്ടോ നമ്മുടെ വണ്ടിയിൽ. 120 പതുക്കെ കയറണുള്ളൂ. ബാക്കി വേറെ മോഡൊക്കെ കയറ്റാണെങ്കിൽ 120 പെട്ടെന്ന് കയറും. ഓക്കെ, നമ്മളിപ്പോൾ ഏതായാലും ആ പിക്കപ്പ് ഡ്രൈവറിനെ ഓവർടേക്ക് ചെയ്തേക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങ് നേരെ പോകണമെന്ന് തോന്നുന്നുണ്ട്. ആ ഫുള്ള് നേരെയാണ്. ഇപ്പോൾ നമ്മുടെ സ്പീഡ് 150 കടന്നുട്ടാ. 170 അത്രയ്ക്ക് പൂളായി വണ്ടി. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ സിറ്റി കടന്നേക്കാണ് കേട്ടാ. നമ്മളിപ്പോൾ ഏതൊരു കാട് പിടിച്ച വഴി കൂടെ പോണേ. ഈ റൂട്ട് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തില്ലേ, അത് പഴയ റൂട്ടാ. നമ്മുടെ ഗെയിം ഇറങ്ങിയ ടൈമിലൊക്കെ ഉണ്ടായ റൂട്ടാണ്. ഇത് പിന്നെ അപ്ഡേറ്റ് വന്നപ്പോൾ കുറച്ച് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ലോ എൻഡ് ഡിവൈസിൽ കളിക്കില്ലേ, അവർക്ക് നല്ല ലാഗ് ഉണ്ടാവും. പക്ഷെ ഹൈ എൻഡ് ഡിവൈസിൽ കളിക്കുന്നവർക്ക് കുഴപ്പമില്ല. എൻ്റെ മൊബൈലിൽ ഹൈ എൻഡ് ഡിവൈസ് ഒന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മിഡ് എൻഡ് ഡിവൈസ് എന്ന് പറയാം. അപ്പോഴും ഈ ഗെയിം കുഴപ്പമില്ലാണ്ട് റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ക്യാമറയിൽ ഓടിക്കുകയാണെങ്കിൽ നൈസായി തന്നെ. ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്ന ഫീലും കിട്ടുക. പക്ഷെ ഇപ്പോൾ ഈ ലിവർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ആട്ടെ, ഇവിടെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ് കേട്ടോ. ആക്സിഡൻ്റ് ആവാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട്. ഈ ഡാമേജിൻ്റെ അപ്ഡേറ്റ് ഇല്ലേ, അത് വേണ്ടായിരുന്നു കേട്ടോ. മുന്നേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും വരില്ലായിരുന്നു. ഞാൻ എന്നിട്ട് കുറേ പേരെ ഇടിച്ച് അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അവരുടെ വണ്ടിക്ക് ഒന്നും പറ്റില്ല, പക്ഷെ നമ്മുടെ വണ്ടി ഡാമേജോ. അത് എന്തിനാണാവോ അങ്ങനത്തെ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്? ചിലപ്പോൾ നമ്മളോട് നോക്കിയും കണ്ട് വണ്ടി ഓടിക്കാനാവും. പക്ഷെ എനിക്ക് എന്താണാവോ അതങ്ങനെ പറ്റണില്ല. ഇത് ഗെയിം ആയതുകൊണ്ടാണ് കേട്ടോ. റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഓക്കെ, ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ആണ് എടുക്കേണ്ടത്. ഈ വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് ഇല്ലേ, അതും ഭയങ്കര കുറവാണ്. അത് മാത്രല്ല ബ്രേക്കും കുറവാ. ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി നിൽക്കണമെന്നില്ല. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ആണ് എടുക്കേണ്ടത്. ഈ വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചവിട്ടി അപ്പം തന്നെ വണ്ടി നിന്നില്ല. ഈ ബ്രേക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട്. പക്ഷെ നമ്മൾ മോഡ് വെച്ച് കളിക്കുകയാണെങ്കിൽ ബ്രേക്ക് ചവിട്ടി അപ്പം തന്നെ നിൽക്കും. മോഡിൽ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഞാൻ മുന്നേ KSRTCയുടെ മോഡൊക്കെ കൊണ്ടുവന്നില്ലേ, മറ്റേ ടാറ്റയുടെ. ആ വണ്ടി 200ന്റെ മേലൊക്കെ പോവും, പക്ഷെ ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോഡാണ് ആ ടാറ്റയുടെ KSRTC. അതൊരു രക്ഷയില്ല. ഓക്കെ, ഇപ്പം നമ്മൾ വേറെ സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടാ. നമ്മുടെ വണ്ടിക്ക് പിന്നെ നല്ലൊരു ആക്സിഡന്റ് പറ്റി. ഞാൻ ഏതൊരു കാറുകാരനെ ഇടിച്ച് അപ്പുറത്തെ പറമ്പിലൂടെ ഇട്ടു. അതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഹെൽത്ത് ഇല്ലേ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോൾ 88% കാണിക്കണേ. 88%, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഓവർടേക്ക് ചെയ്യാം. ഊഫ്, അതൊരു ഡെഡ്ലി ഓവർടേക്ക് ആയിരുന്നു. അപ്പോഴും നമ്മുടെ വണ്ടിക്ക് വലിയ ഡാമേജ് ഒന്നുമില്ല. 1% ഹെൽത്ത് കുറഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് പിന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം, അപ്പോൾ സെയിലില്ല. നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം എത്താറായുണ്ട് കേട്ടാ. ഇനി അധികം ദൂരമൊന്നുമില്ല എന്ന് വിചാരിക്കണു. ഞാൻ പിന്നെ സെലക്ട് ചെയ്ത റൂട്ടില്ലേ, അതിപ്പോൾ അത്ര വലിയ റൂട്ടൊന്നുമല്ല. നമ്മൾ പിന്നെ പോരാത്തിന് അത്യാവശ്യം സ്പീഡിൽ പോവുന്നുണ്ട് കേട്ടാ. ഇപ്പം മീറ്ററിൽ കാണാൻ പറ്റും 164, 165 കാണിക്കണേ. നമ്മൾ നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. റിയൽ ലൈഫിൽ ബസ്സുകളൊന്നും ഇങ്ങനെ പോവില്ല കേട്ടാ. അവരൊക്കെ മാക്സിമം 120, 130, മാക്സിമം 140 അത്രേ പോവുള്ളൂ. അതിൻ്റെ മേലെ പോവുന്നില്ലേ. നമ്മൾ പക്ഷെ നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് അപ്പോൾ 170 കേട്ടാ. 170 വരെ പോവുള്ളൂ. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നു. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. ഇനി നമുക്ക് എത്ര ദൂരം പോകണമാവോ? നോക്കി നോക്കാം. വണ്ടിയിൽ ഡീസൽ ഉണ്ടാ? നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം ഡീസൽ ഉണ്ട്. 45 ലിറ്ററും കൂടി ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ചില സമയത്ത് വഴിയിലൊക്കെ വെച്ച് ഡീസൽ തീരാറുണ്ട് കേട്ടാ. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിക്ക് നല്ല മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ മറ്റേ KSRTC ഒക്കെ ഓടിക്കുമ്പോൾ അതിനൊന്നും മൈലേജ് ഇല്ല. അതിലൊക്കെ ഡീസൽ പെട്ടെന്ന് തീരും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. നമ്മളിത് സ്റ്റാൻഡിലേക്ക് എത്തി. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഡാമേജ് പോലും ഇല്ലാണ്ട് ഇവിടെ എത്തിക്കണമെന്ന്. പക്ഷെ അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഡാമേജ് ഉണ്ടാവും. നമ്മളിപ്പോൾ നോക്കി ഓടിച്ചാലും ബാക്കിയുള്ളവർ നോക്കി ഓടിക്കില്ലേ, അവർ വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പിന്നിലടിക്കും. എന്തിട്ടായാലും ഞാൻ ആൾക്കാരെ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട് കേട്ടാ. അത് മതി. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.